ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. പട്ടികവർഗ പദ്ധതി ഏതാണ്, പട്ടികജാതിക്കാരുടെ പദ്ധതികൾ നടപ്പാക്കുന്ന മാനദണ്ഡം എന്താണ് എന്നൊന്നും ഈ 2025 വരെ നമ്മളാരും പഠിക്കാൻ പോയിട്ടില്ല. പദ്ധതി ഏതാണ് എന്ന് ആദ്യം പഠിക്കണം, അതിന് എത്ര രൂപയുണ്ട് എന്ന് പഠിക്കണം, അത് നടപ്പാക്കുന്ന മാനദണ്ഡം എന്താണെന്ന് പഠിക്കണം. ഇത് ഏത് ഏജൻസിയാണ്, പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റിയാണോ, കോർപ്പറേഷനാണോ, ജില്ലാ പഞ്ചായത്താണോ, അതോ പട്ടികവർഗ വകുപ്പ് നേരിട്ട് നടത്തുന്നു, അതോ ജില്ലാ ഓഫീസ് നേരിട്ട് നടത്തുന്നു, അതോ ഡയറക്ടറേറ്റ് നേരിട്ട് നടത്തുന്നു എന്നറിയണം. എങ്കിലല്ലേ നമുക്ക് ഇതിനകത്ത് ഇടപെടൽ നടത്താൻ പറ്റും. അപ്പോൾ ഈ മേഖലയിൽ, ബഡ്ജറ്റ് മേഖലയിൽ കൂടുതൽ പഠനങ്ങളും കൂടുതൽ ഇടപെടലുകളും ആവശ്യമാണ്. അത് നടക്കേണ്ടതുണ്ട്. അടുത്തത് ഭരണഭാഷാ പരിപാടി. എത്ര കോടിയാണെന്നറിയാമോ? 20 കോടി രൂപയാണ് മാറ്റി വെച്ചത്. പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റിൽ മലയാളം എന്ന ഭാഷ പ്രയോഗിക്കാൻ വേണ്ടി 20 കോടി രൂപ. പട്ടികവർഗ ക്ഷേമം 2,50,00,000. പട്ടികവർഗ ക്ഷേമം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി ഇതിനകത്ത് കൊണ്ട് 2,50,00,000. ഭക്ഷണ സഹായ പരിപാടി, ഭക്ഷണ സഹായ പരിപാടി ഉണ്ട് കേട്ടോ, അതിനും 20 കോടി രൂപ. ഭക്ഷണ സഹായ പരിപാടി. ഇതിന് മുമ്പേ ബഡ്ജറ്റിൽ ജോലിക്ക് ഭക്ഷണം കൂലി എന്നായിരുന്നു. ജോലി ചെയ്താൽ ഭക്ഷണം കൊടുക്കും. 20 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. പൂൾഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്, അതിൽ 2 കോടി രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. പട്ടികവർഗ പ്രൊമോട്ടർമാർക്ക് ഓണറേറിയം എന്ന വകയിൽ 19,15,00,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. പട്ടികവർഗ പ്രൊമോട്ടർമാരുടെ ഓണറേറിയം എന്ന നിലയിൽ 19,15,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ പ്രൊമോട്ടർമാർ, അതിനും വേറൊരു ഹെഡും കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്നറിയാമോ? പിന്നെ ഊരുകൂട്ടങ്ങളുടെ രൂപീകരണം 1,25,00,000 രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഊരുകൂട്ടങ്ങൾ രൂപീകരിക്കാൻ. ഈ ഗ്രാമസഭ പോലെ ഉള്ള ഒരു സംവിധാനമാണ് ഊരുകൂട്ടം. ഈ ഊരുകൂട്ടം പുതിയതായി എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പട്ടികവർഗക്കാർ ഒരു വാർഡിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരോടും ചേർന്നൊരു ഊരുകൂട്ടം ഉണ്ടാക്കും. ഒരു വാർഡിൽ ആളില്ലെങ്കിൽ ഒന്നിലധികം വാർഡുകൾ ചേർന്നൊരു ഊരുകൂട്ടം ഉണ്ടാക്കും. അങ്ങനെ പഞ്ചായത്തിൽ മൊത്തമാണെങ്കിൽ പഞ്ചായത്തിൽ മൊത്തം ചേർന്നൊരു ഊരുകൂട്ടം ഉണ്ടാക്കും. അത് ഓരോ വർഷവും ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എങ്കിലും അതിനു വേണ്ടി പൈസയുണ്ട്. മാനേജ്മെൻറ്റ് ട്രെയിനികൾക്കും ഹെൽത്ത് മാനേജ്മെൻറ്റ് ട്രെയിനികൾക്കുമുള്ള ഓണറേറിയം 1,68,00,000 രൂപ നീക്കി വെച്ചു. പട്ടികവർഗക്കാരുടെ മാനേജ്മെൻറ്റ് ട്രെയിനികൾക്കും ഹെൽത്ത് മാനേജ്മെൻറ്റ് ട്രെയിനികൾക്കും 1,68,00,000 രൂപയുണ്ട്. ഇത് പട്ടികവർഗക്കാരാണോ അതോ പട്ടികവർഗക്കാരുടെ ഹെൽത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പട്ടികവർഗക്കാരല്ലാത്തവർ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ആ വിഷയം കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, പട്ടികവർഗക്കാരുടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി 1,18,00,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. പട്ടികവർഗ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പ്രവർത്തകരെ ഏർപ്പെടുത്തൽ, അത് പട്ടികവർഗക്കാരാണോ എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. 1,92,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരെ ഏർപ്പെടുത്തൽ 1,92,00,000 രൂപ. അടുത്ത ചിങ്ങേരി വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിലുണ്ട്. അതിൽ ഈ വർഷം പൈസകൾ അനുവദിച്ചിട്ടില്ല. ആകെ അനുവദിച്ച 4,000 രൂപയാണ്. ചിങ്ങേരി വികസന പദ്ധതി. അടിയൻ പണിയൻ പ്രാകൃതഗോക്ത വനത്തിനകത്ത് താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി 3 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വനത്തിനകത്ത് താമസിക്കുന്നവരെ എങ്ങനെ കണ്ടുപിടിച്ച് ചിലവാക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ മേഖലയിലുള്ളവർ ഇതിനെക്കുറിച്ച് ഇടപെടണം, ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് അടിയൻ പണിയൻ പ്രാകൃത ഗോത്രവർഗക്കാർ, വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർക്ക് വേണ്ടി നീക്കിവെച്ച പണം 3 കോടി രൂപ. അവരിങ്ങോട്ട് വന്ന് വാങ്ങുമോ ഇവരങ്ങോട്ട് കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ.